ഖാദിയുടെ പ്രചാരണം സാധാരണക്കാർക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഓണം ഖാദി മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനവും ആലപ്പുഴ ഖാദി പ്രൊജക്ടിന് കീഴിലുള്ള റെഡിമെയ്ഡ് ഗാർമെന്റ്സ് യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഖാദിക്ക് വലിയ പാരമ്പര്യവും പൈതൃകവുമുണ്ട്. അനീതിക്കെതിരെയുള്ള ഉൽപ്പന്നവും സ്വാതന്ത്ര്യസമരത്തിന്റെ ഊർജ്ജവും ആയിട്ടാണ് ഖാദി ഉയർന്നു വന്നത്. ഒരു ഖാദി ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിന്റെ ഗുണം കർഷകർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ലഭിക്കും. അതിലൂടെ നാടിന്റെ പുരോഗതി സാധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം ഖാദി മേളയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലെ ഖാദി മേള ഇന്ന് തുടങ്ങുന്നത്. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഓരോ ഇടങ്ങളിലും അതിൻ്റേതായ അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളും അതിൻ്റേതായ ആഘോഷങ്ങളിലേക്കെല്ലാം കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇക്കുറി ഓണത്തിൻ്റെ തുടക്കമിട്ടുകൊണ്ടുള്ള ഓണം മേളയ്ക്ക് തുടക്കമിടുന്നത് ആദ്യമായിട്ട് ഖാദി ബോർഡാണ്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ഈ ആലപ്പുഴ ജില്ലാ ഓണം ഖാദി മേള നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. ഖാദിക്ക് വലിയ പാരമ്പര്യവും പൈതൃകവും എല്ലാം ഉണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു സമരരൂപമായിട്ടാണ് ഖാദിയെ കണ്ടത്. നമ്മുടെ തലമുറയ്ക്ക് അതൊരു കേട്ടുകേൾവിയും വായിച്ചുള്ള അറിവും മാത്രമുള്ള കാര്യമാണ്. പഴയ തലമുറയ്ക്ക് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഈ നാട്ടിൽ ജനിച്ചു വീണ തലമുറയുടെ പ്രതിനിധികൾക്ക് അവർക്ക് ഒരാവേശകരമായ ഒന്നായിരുന്നതാണ് ഖാദി എന്നത്. ഇവിടെ ഇന്ന് ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം പേരും സ്ത്രീകളാണ്. അത് സ്വാഭാവികം തന്നെയാണ്. നമുക്ക് രാജ്യത്തിന് കുറേ സമരരൂപങ്ങളും പ്രതീകങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഉപ്പ് ആയിരുന്നു. ഉപ്പ് ഒരു സമരരൂപമായി. ഉപ്പ് സത്യാഗ്രഹം എന്ന് നമ്മൾ പറയുമ്പോൾ കോഴിക്കോട് പോലും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായ മുന്നേറ്റങ്ങളാണ്. അവിടെയാണ് പി കൃഷ്ണപിള്ള ഈ സമരത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ ഒരു സമര അരങ്ങേറ്റം കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്നു പോകില്ല. മറ്റൊന്ന് ചർക്കയായിരുന്നു. ചർക്ക ഒരു സമരായുധമാണ്. ഈ ചർക്ക നമ്മളെപ്പോഴും കാണുന്നത് ഗാന്ധിജിയുടെ പടമൊക്കെ കാണുമ്പോഴും ഗാന്ധിജി ഒരു ചർക്കയുടെ അടുത്തിരിക്കുന്നതാണ്. ഗാന്ധിജിക്ക് എവിടെ നിന്നാണ് ഈ ചർക്ക കിട്ടിയത്? ഗാന്ധിജിക്ക് ഈ ചർക്ക കാട്ടിക്കൊടുക്കുന്നത് ബറോഡയിലെ ഒരു വീടിൻ്റെ തട്ടിൻ്റെ പുറത്ത് കിടന്ന് ഈ ചർക്ക ഗാന്ധിജിയെ കാട്ടിക്കൊടുക്കുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീകൾ അങ്ങനെയാണ്. ഈ ചരിത്രത്തിൽ എപ്പോഴും അത് ഉണ്ടാവില്ല. ചരിത്രത്തിൽ എപ്പോഴും സ്ത്രീ പിന്നോട്ടടിക്കപ്പെടും.